ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7:30 എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോതമ്പ് പുട്ടും ഗോതമ്പ് പുട്ടും ഏതൊക്കെ പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആകുമായിരുന്നു കേട്ടോ. അങ്ങനെ റെഡിയായിട്ട് നമ്മുടെ ഹെൽത്തിലാണ്. അമ്മയ്ക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളത്. അപ്പം അതിന് വേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും അമ്മയും കൂടെ. ബസ്സൊക്കെ കയറി ഇപ്പോൾ നിന്നാട്ടോ പോകുന്നത് വീട്ടിലേക്ക്. ഇപ്പോൾ രാവിലെ പോയതുകൊണ്ട് സ്കൂൾ പിള്ളേരുടെ തിരക്ക് കാരണം ഇരിക്കാൻ സീറ്റിയിടില്ല. അപ്പം നമ്മുടെ തറവാടായ ഹെൽത്തിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പം ഹെൽത്തിലാണ് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോയത്. അങ്ങനെ അത് അവിടെയൊക്കെ പോയി പ്രഷറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അത് നടന്നു വന്നതിൻ്റെ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്തിൽ നമ്മൾ ഹോമിയോ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു അത്യാവശ്യം കൂടെ പഞ്ചായത്തിൽ വരേണ്ടതുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ചെമ്മലറ്റത്ത് വന്നിട്ടോ. ചെമ്മലറ്റത്ത് വന്നപ്പോൾ സത്യം ഇപ്പോൾ ഡിസംബറൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ക്രിബല്ലേ ഇതിന് പറഞ്ഞ പേര്, ക്രിബാന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ വേണ്ടെന്ന് വെച്ച് അങ്ങനെ പുൽക്കൂടെല്ലാം കണ്ട് തൃപ്തി അടഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ഒരു കപ്പളങ്ങ ചെത്തി തന്നു. പഴുക്കാറായതുകൊണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി പാടായിരുന്നു കടിക്കാൻ. മീൻസ് നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിലല്ല കടിക്കാൻ നല്ല സുഖമാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കടിച്ച് ചവച്ച് എടുക്കാൻ ഭയങ്കര പാടാണ്, കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. ചോറിന് നമ്മുടെ പാവയ്ക്കത്തോരനും വെണ്ടയ്ക്ക മപ്പാസ് തക്കാളിക്കൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന മപ്പാസ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ശാതമക്കൾ കാരണം കേട്ടോ ഞാൻ സെക്ടറൊക്കെ ഇട്ടിരിക്കുന്നത്, തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴത്തേക്കും ഏത്തയ്ക്ക പോളി ഉണ്ടാക്കി. ഞാനാണ് ഉണ്ടാക്കിയത്. ഇതെൻ്റെ കൈയുടെ അളവാണ് കേട്ടോ. ഇത് നോക്കിയിട്ട് ആരും ഉണ്ടാക്കരുത്. എൻ്റെ ജലദോഷത്തിൻ്റെ ചെറിയൊരു സൗണ്ടിന് വ്യത്യാസം വന്നിട്ടുണ്ടാകും കേട്ടോ. അത് കാര്യമാക്കണ്ട. അപ്പം ഞാൻ ഗോതമ്പ് പൊടി കേട്ടോ എടുക്കുന്നത്. ഗോതമ്പ് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പഞ്ചസാര, പിന്നെ ബാലൻസ് പഞ്ചസാര മീൻസ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും, പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് കലക്കി എടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇതിൻ്റെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബാറ്റർ സെറ്റ് ചെയ്യുന്നത് തന്നെ ഇതാണ് കേട്ടോ എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഈ ഏതൊക്കെയായിട്ട് നന്നായിട്ട് പിടിച്ചിരുന്നോളും. കുറച്ചും കൂടി ലൂസാവുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഒഴുകി താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ 3 ഇട്ട് മാവിനകത്തിട്ട് സെറ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തോട്ട് ഇടാൻ എളുപ്പമുണ്ടല്ലോ. അത് നേരത്തെ എടുത്ത് വെക്കുകയാണെങ്കിൽ എണ്ണ ചൂടാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് നമുക്ക് എടുത്തിട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ നേരത്തെ അത് മാവിനകത്ത് മുക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ച്, ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കുക, ഏത് എണ്ണ ആണെങ്കിലും ഒഴിക്കാം. അപ്പം എണ്ണ ചൂടായ ശേഷം നമ്മുടെ മാവിനകത്ത് മുക്കി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് മുരിച്ച് എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഇതെല്ലാം കൈയുടെ അളവാണ്, അത് വെച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പാകം എന്ന് പറയുന്നത്. ചിലതൊക്കെ കുറച്ചും കൂടി ഡാർക്കായിട്ടുണ്ട്, അത്രയും ഡാർക്ക് ആവണ്ട, യെല്ലോയിഷ് കളറ് ആയി വന്നാൽ മതി. ഒരുപാട് മരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സുഖമാവില്ല. അപ്പോൾ ഈ ഒരു ഇത്രയും ഡാർക്ക് കളർ ആവണ്ട കേട്ടോ. അതാണ് ഞാൻ എടുത്ത് കൈ പിടിച്ചേക്കുന്നത്. അത്രയും ഡാർക്ക് കളർ ആവണ്ട, യെല്ലോയിഷ് കളറായാൽ മതി. അപ്പോഴത്തേക്കും അമ്മ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് സെറ്റായി. അപ്പം ഞാനും അമ്മയും കൂടി ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.